നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2026 മാർച്ച് മാസം വൃശ്ചികൻ രാശിയിൽ ജനിച്ച വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എങ്ങനെയുള്ളതായിരിക്കുമെന്നാണ്. ഓരോ പുതിയ മാസവും നമ്മുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകളും മാറ്റങ്ങളും കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാസം ഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങളെ വെറുതെ പുകഴ്ത്തി സംസാരിച്ച് സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ മോശം കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കാനോ അല്ല ഞാനിവിടെ വീഡിയോ ചെയ്യുന്നത്. മറിച്ച് ജ്യോതിഷത്തിലെ ഗ്രഹനിലകളെയും അവയുടെ സഞ്ചാരത്തെയും ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള യഥാർത്ഥ മാറ്റങ്ങൾ കൃത്യമായി പറഞ്ഞു തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് നല്ലതായാലും മോശമായാലും സത്യസന്ധമായി മനസ്സിലാക്കുന്നത് വഴി വരാനിരിക്കുന്ന സാഹചര്യങ്ങളെ കൂടുതൽ കരുതലോടെയും ബുദ്ധിയോടെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. ജ്യോതിഷപ്രകാരം ഓരോ ഗ്രഹത്തിന്റെയും സ്ഥാനം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വശങ്ങളെയാണ് സ്വാധീനിക്കുന്നത്. വൃശ്ചികൻ രാശിയുടെ അധിപൻ അഥവാ ഭരണാധികാരി ചൊവ്വയാണ്. ഊർജത്തിന്റെയും ധൈര്യത്തിന്റെയും പോരാട്ടവീര്യത്തിന്റെയും പ്രതീകമാണ് ഈ ഗ്രഹം. ഈ മാസം നിങ്ങളുടെ രാശ്യാധിപനായ ചൊവ്വ നിൽക്കുന്നത് 4-ാം ഭാവത്തിലാണ്. 4-ാം ഭാവത്തിൽ ചൊവ്വ ഒറ്റക്കല്ലായിരിക്കുന്നത് അവിടെ രാഹു, ബുധൻ, സൂര്യൻ എന്നീ ഗ്രഹങ്ങളും ചൊവ്വയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ഇത്രയും പ്രബലമായ ഗ്രഹങ്ങൾ ഒരേ ഭാവത്തിൽ വരുന്നത് നിങ്ങളുടെ കുടുംബപരമായ കാര്യങ്ങളിലും വീടുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ബുദ്ധിശക്തി, വിദ്യാഭ്യാസം, പ്രണയം, മക്കൾ എന്നിവയെ കുറിക്കുന്ന 5-ാം ഭാവത്തിലാണ് ശനിയും ശുക്രനും സ്ഥിതി ചെയ്യുന്നത്. ദേവഗുരുവായ വ്യാഴം ഇപ്പോൾ നിങ്ങളുടെ 8-ാം ഭാവത്തിലാണുള്ളത്. 8-ാം ഭാവം എന്നത് ആയുസ്, അപ്രതീക്ഷിത സംഭവങ്ങൾ, നിഗൂഢമായ കാര്യങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഇടമാണ്. നിങ്ങളുടെ തൊഴിലിന്റെയും കരിയറിന്റെയും സ്ഥാനമായ 10-ാം ഭാവത്തിലാണ് കേതു ഇരിക്കുന്നത്. ജ്യോതിഷത്തിൽ നമ്മുടെ 1-ാം ഭാവം എന്നത് നമ്മുടെ ശരീരത്തെയും വ്യക്തിത്വത്തെയും നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെയും സൂചിപ്പിക്കുന്ന ഇടമാണ്. നമ്മുടെ ശരീരം എത്രത്തോളം കരുത്തുള്ളതാണെന്നും രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് എത്രത്തോളം ശേഷിയുണ്ടെന്നും ഈ ഭാവം നോക്കിയാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ 5-ാം ഭാവത്തിന്റെ അധിപനായ വ്യാഴം ഇപ്പോൾ 8-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജ്യോതിഷപ്രകാരം 5-ാം ഭാവം എന്നത് നമ്മുടെ വയറിനെ അഥവാ ഉദരഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാർച്ച് 11 വരെ വ്യാഴം വക്രഗതിയിലാണുള്ളത്. ഇതുമൂലം നിങ്ങൾക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ വയറിൽ അസിഡിറ്റി പോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വയറിന് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ മാർച്ച് 11 വരെ നിങ്ങൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കടുത്ത നിയന്ത്രണം പാലിക്കണം. എണ്ണയിൽ വറുത്തതും കൊഴുപ്പ് കൂടിയതുമായ ഭക്ഷണങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, പുറത്തുനിന്ന് ലഭിക്കുന്ന ഫാസ്റ്റ് ഫുഡ് എന്നിവ ഈ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കണം. കഴിഞ്ഞ 1 വർഷത്തോളമായി വൃശ്ചികൻ രാശിക്കാരിൽ പലർക്കും ശരീരഭാരം കൂടുന്നതായും വയർവയ്ക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. വ്യാഴം 8-ാം ഭാവത്തിൽ നിൽക്കുന്നത് സാധാരണയായി ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞുകൂടാൻ കാരണമാകാറുണ്ട്. ഇതൊഴിവാക്കാൻ കൃത്യമായ വ്യായാമവും ഭക്ഷണക്രമവും അത്യാവശ്യമാണ്. മാർച്ച് 11 കഴിഞ്ഞ് വ്യാഴം നേർഗതിയിൽ സഞ്ചരിച്ചു തുടങ്ങുന്നതോടെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു തുടങ്ങും. അതുവരെ ഉണ്ടായിരുന്ന ക്ഷീണവും പ്രശ്നങ്ങളുമൊക്കെ മാറി തുടങ്ങും. അതുകൊണ്ട് ഈ മാസത്തെ ആദ്യ 10 ദിവസങ്ങൾ മാത്രം അല്പം കൂടുതൽ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ പഠനത്തെയും ബുദ്ധിശക്തിയെയും ഗ്രഹങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ജ്യോതിഷത്തിൽ നമ്മുടെ 5-ാം ഭാവമാണ് വിദ്യ, ബുദ്ധി, സർഗാത്മകത എന്നിവയെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ഈ 5-ാം ഭാവത്തിലാണ് ഇപ്പോൾ ശനി ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. ശനി എന്നത് അച്ചടക്കത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം പഠനകാര്യങ്ങളിൽ നിങ്ങൾ അതീവ ഗൗരവമുള്ളവരായിരിക്കണം. വെറുതെ സമയം കളയാതെ സ്വന്തം ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മാർച്ച് 8 മുതൽ ശനിക്ക് മൗഢ്യാവസ്ഥ വരുന്നതിനാൽ കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുകയും അതുവഴി വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ശനിയോടൊപ്പം തന്നെ ശുക്രനും നിങ്ങളുടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. വിനോദങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും ഗ്രഹമാണ് ശുക്രൻ.
ശനി നിങ്ങളെ പഠിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ ശുക്രൻ ചിലപ്പോൾ വിനോദങ്ങളിലേക്കോ പ്രണയത്തിലേക്കോ സുഹൃത്തുക്കളോടൊപ്പമുള്ള കറക്കത്തിലേക്കോ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഠനത്തിനിടയിൽ ചെറിയ രീതിയിലുള്ള ശ്രദ്ധ മാറലുകൾ ഉണ്ടായേക്കാം. ഇത് തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകാൻ ശ്രമിക്കണം. വ്യാഴം 8ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പഠനകാര്യങ്ങളിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നത് ഒഴിവാക്കണം. ഉദാഹരണത്തിന് പെട്ടെന്ന് ഒരു കോഴ്സ് ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ കോളേജ് മാറാനോ ഉള്ള തീരുമാനങ്ങൾ ഇപ്പോൾ എടുക്കരുത്. അല്പം സമയമെടുത്ത് ആലോചിച്ച ശേഷം മാത്രം അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. എടുത്തുചാട്ടം പിന്നീട് നിരാശയ്ക്ക് കാരണമായേക്കാം. മാർച്ച് 11 വരെ വ്യാഴം വക്രഗതിയിലായതിനാൽ പഠനത്തിൽ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ മാർച്ച് 11 ശേഷം വ്യാഴം നേർഗതിയിലാകുന്നതോടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും. പുതിയ കോഴ്സുകളിൽ ചേരാനും ഉന്നത വിദ്യാഭ്യാസത്തിനായി അപേക്ഷിക്കാനും പരീക്ഷകൾ എഴുതാനും ഈ സമയം വളരെ മികച്ചതാണ്. പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ സമയത്തിന് ശേഷം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പഠനത്തിനായി ദൂരദേശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം അനുകൂലമാണ്. വിവാഹിതരായ വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാർച്ച് മാസം വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ നൽകുന്ന ഒന്നായിരിക്കും. ജ്യോതിഷത്തിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തെയും പങ്കാളിയെയും കുറിച്ച് പറയുന്നത് നമ്മുടെ 7ാം ഭാവം നോക്കിയാണ്. വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ 7ാം ഭാവത്തിന്റെ അധിപൻ ശുക്രനാണ്. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദാമ്പത്യ സൗഖ്യത്തിന്റെയും ഗ്രഹമാണ് ശുക്രൻ. ഈ മാസം ശുക്രൻ നിൽക്കുന്നത് നിങ്ങളുടെ 5ാം ഭാവത്തിലാണ്. ഇത് വളരെ അനുകൂലമായ ഒരു സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കുന്ന ഒരു സമയമാണിത്. ശുക്രൻ അനുകൂലമായി നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പങ്കാളിയുടെ അഭിപ്രായങ്ങൾക്കും വാക്കുകൾക്കും അർഹമായ പ്രാധാന്യം നൽകുക എന്നതാണ്. അവർ പറയുന്ന കാര്യങ്ങൾ വെറുതെ കേട്ടുവിടാതെ അത് ഗൗരവമായി പരിഗണിക്കണം. പങ്കാളിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ സമയത്ത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചേക്കാം. അവരുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ മാസം നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് മികച്ച പിന്തുണയാണ് ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജോലി കാര്യങ്ങളിലായാലും കുടുംബപരമായ പ്രശ്നങ്ങളിലായാലും അവർ നിങ്ങളുടെ കൂടെ ഉറച്ചു നിൽക്കും. ഒരു നല്ല സുഹൃത്തിനെ പോലെ നിങ്ങളെ നയിക്കാൻ അവർക്ക് സാധിക്കും. മുൻപുണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങളും തർക്കങ്ങളും മാറി പരസ്പര വിശ്വാസം വർദ്ധിക്കാൻ ഈ സാഹചര്യം സഹായിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സാമ്പത്തികമായ പുരോഗതിക്ക് പങ്കാളിയുടെ സ്വാധീനം ഈ മാസം ഉണ്ടാകുമെന്നതാണ്. അവരുടെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ അവർ നൽകുന്ന നല്ല ഉപദേശങ്ങൾ കൊണ്ടോ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കാനോ പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താനോ സാധിക്കും. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പങ്കാളിയുമായി ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ വലിയ ലാഭം നൽകും. ചുരുക്കത്തിൽ പങ്കാളിയെ സന്തോഷിപ്പിക്കുന്നത് വഴി നിങ്ങളുടെ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്ന ഒരു മാസമായിരിക്കും ഇത്. നിങ്ങളുടെ ജീവിതോപാധിയായ ജോലിയെയും ബിസിനസിനെയും ഗ്രഹങ്ങൾ ഈ മാസം എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. സാമ്പത്തികമായ ഉന്നതിക്ക് ഈ മാസം വലിയ സാധ്യതകളുണ്ട്. ജ്യോതിഷത്തിൽ 9ാം ഭാവമാണ് ഭാഗ്യസ്ഥാനം. വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ ഭാഗ്യസ്ഥാനത്തിന്റെ അധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗ്യം ഈ മാസം വലിയ സ്ഥിരതയില്ലാതെ ഇടയ്ക്കിടെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ വിചാരിക്കാത്ത നേട്ടങ്ങൾ ലഭിക്കുമെങ്കിലും മറ്റു ചിലപ്പോൾ തടസ്സങ്ങൾ നേരിടാം. അതുകൊണ്ട് ഭാഗ്യത്തെ മാത്രം വിശ്വസിച്ച് വലിയ റിസ്കുകൾ എടുക്കാൻ ഈ സമയം അനുയോജ്യമല്ല. എന്നാൽ മെയ് മാസത്തിന് ശേഷം വ്യാഴത്തിന്റെ രാശിമാറ്റത്തോടെ വലിയ ഭാഗ്യപരീക്ഷണങ്ങൾക്കും പുതിയ സംരംഭങ്ങൾക്കും വളരെ നല്ല സമയം തെളിയും. നിങ്ങളുടെ 10ാം ഭാവമായ കർമ്മസ്ഥാനത്ത് ഇപ്പോൾ കേതുവാണ് നിൽക്കുന്നത്. ഇത് ജോലി സ്ഥലത്ത് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാക്കും. കഴിഞ്ഞ കുറെ കാലമായി ജോലി അന്വേഷിക്കുന്നവർക്ക് മാർച്ച് 11 ശേഷം നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. വ്യാഴം നേർഗതിയിലാകുന്നതോടെ തടസ്സങ്ങൾ നീങ്ങുകയും നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി ലഭിക്കാനുള്ള സാധ്യത തെളിയുകയും ചെയ്യും. നിലവിൽ ജോലിയുള്ളവർക്ക് ഓഫീസിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ജോലി ഭാരം കൂടുമെങ്കിലും ഇത് നിങ്ങളുടെ കരിയറിലെ വളർച്ചയ്ക്ക് ഭാവിയിൽ ഗുണം ചെയ്യും. 10ാം ഭാവത്തിലെ കേതു ചിലപ്പോഴൊക്കെ ജോലിയിൽ ഒരുതരം മടുപ്പോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചെറിയ കൺഫ്യൂഷനോ ഉണ്ടാക്കിയേക്കാം.
എങ്കിലും ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോയാൽ കരിയറിൽ വലിയ നേട്ടങ്ങൾ ഈ മാസം തന്നെ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ മാർച്ച് മാസം ബിസിനസ്സുകാർക്ക് ഒരു സുവർണകാലം തന്നെയാണെന്ന് പറയാം. പ്രത്യേകിച്ച് ചില മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത ലാഭം പ്രതീക്ഷിക്കാം. ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ഫാഷൻ ഡിസൈനിങ് എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് വലിയ ഓർഡറുകൾ ലഭിക്കും. ഹോട്ടൽ, റെസ്റ്റോറന്റ്, കാറ്ററിംഗ് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല വരുമാനം ലഭിക്കുന്ന മാസമാണിത്. ഫോട്ടോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, സിനിമ അല്ലെങ്കിൽ മറ്റ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കുവാനും സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാനും സാധിക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ പരിശ്രമിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ ബിസിനസ്സിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ കാര്യങ്ങൾ അറിയുന്നതിനായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.